മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, നമ്മൾ പുതിയ ചാപ്റ്ററിലേക്കാണ് കിടക്കുന്നത്. പുതിയ ചാപ്റ്റർ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. കഴിഞ്ഞ ചാപ്റ്ററിലെ ഒരു പ്രോബ്ലം, പേജ് നമ്പർ 161 ഒരു പ്രോബ്ലം ബാക്കിയുണ്ടായിരുന്നു. ആ പ്രോബ്ലം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതെല്ലാം പഠിക്കുന്നതാണ് ഈ ചാപ്റ്റർ. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. അതെങ്ങനെയാണ് നെഗറ്റീവ് നമ്പേഴ്സ് എവിടെയൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The three blue lines in the picture below are parallel. Prove that the area of quadrilaterals ABCD and PQRS in the ratio of the length of the diagonals AC and PR. How should the diagonal be related for the quadrilateral to have equal area? Draw two quadrilaterals, neither parallelograms nor trapeziums, of area 15 square centimeters. ഓക്കെ, നമുക്കിവിടെ തന്നിരിക്കുന്നത് 3 പാരലൽ ലൈൻസ് തന്നേക്കാണ്. ഇതൊരു പാരലൽ ലൈൻ, പിന്നെ ഇവിടെ ഒരു പാരലൽ ലൈൻ, ഇത് പാരലലാണ്, ഇതും പാരലലാണ്. ഈ 2 പാരലൽ ലൈൻസിലും ഞാൻ എന്ത് ചെയ്യുന്നു, 2 ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുകയാണ്. ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ, രണ്ട് ക്വാഡ്രിലാറ്ററൽസ് ആണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി. നമുക്കിത് ഇവിടെ നിന്ന് തന്നിട്ടുണ്ട്. ഇത് എ ബി സി ഡി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഇതിനെ നമുക്ക് ഇവിടെ പി ക്യു ആർ എസ്, ഈ 2 ക്വാഡ്രിലാറ്ററൽസാണ്. അപ്പം ഇത് രണ്ടിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് ഈ ഡയഗണൽ ലെങ്ത്തിൻ്റെ റേഷ്യോനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ എടുക്കാൻ പോവുക, എ ബി സി ഡി. നിങ്ങൾ നോക്കൂ, ഇത് ഹൈറ്റ് എച്ച് അല്ലേ, ഇതിന് H1 കൊടുത്തു, ഈ ഹൈറ്റാണ് H2. ഓക്കെ, അപ്പം ഞാൻ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഈ ഡയഗണൽ എന്ന് വെച്ചാൽ എ സി. ഓക്കെ, ഇൻറ്റു നമ്മൾ ഫോമുല എഴുതുകയാണ്. നമുക്ക് ഫോമുല അറിയാം, ഹാഫ് ഡി ഇൻറ്റു H1 പ്ലസ് H2. ഇതാണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോമുല ക്വാഡ്രിലാറ്ററലിൻ്റെ. അപ്പോൾ ഇവിടുന്ന് H1 പ്ലസ് H2 ആണ് ഇതിൻ്റെ ഏരിയ. ഓക്കെ, ഞാൻ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഓക്കെ, എ ബി സി ഡി. ഇനി ഞാൻ എടുക്കുന്നത് എന്താ, ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ പി ക്യു ആർ എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ്. നോക്കി ഈ ഡയഗണൽ നോക്കൂ, പി ക്യു പി ആർ, ഈ ഡയഗണൽ. ഇവിടുത്തെ ഹൈറ്റ് നോക്കിയാൽ ഈ ഹൈറ്റ് തന്നെയാണ് ഇവിടുത്തെ ഹൈറ്റ് H1. ഈ ഹൈറ്റ് തന്നെയാണ് ഇവിടുത്തെ ഹൈറ്റ്, കാരണം 2 പാരലൽ സൈഡ്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് H1 പ്ലസ് H2, ഇക്വേഷൻ നമ്പർ 2. ഇനി ഇത് രണ്ടിൻ്റെയും റേഷ്യോ ആണ് വേണ്ടത്. അതായത് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഈസ് ടു ക്വാഡ്രിലാറ്ററൽ പി ക്യു ആർ എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എ സി into H1 plus H2 is to half PR into H1 plus H2. അതായത് ദിസ് ഇസ് ഈക്വൽ ടു, റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ബൈ എന്ന് എഴുതിക്കൂടെ, എ ബി സി ഡി ഡിവൈഡഡ് ബൈ ക്വാഡ്രിലാറ്ററൽ പി ക്യു ആർ എസ്. ഇപ്പോൾ ഹാഫ് എ സി ഇൻറ്റു H1 പ്ലസ് H2. ഇവിടെ എന്ത് എഴുതുന്നു, ഹാഫ് പി ആർ ഇൻറ്റു H1 പ്ലസ് H2. ഓക്കെ, അപ്പോൾ ഈ ഹാഫും കട്ട് ചെയ്ത് പോയി, H1 പ്ലസ് H1 പ്ലസ് H2 കട്ട് ചെയ്ത് പോയി. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എ സി ബൈ പി ആർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ, എ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഈസ് ടു ക്വാഡ്രിലാറ്ററൽ പി ക്യു ആർ എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ സി ഈസ് ടു പി ആർ. പ്രൂവ് ചെയ്തു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അതിനോടൊപ്പം കൂടി മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഷുഡ് ദ ഡയഗണൽ ബി റിലേറ്റഡ് ഫോർ ദ ക്വാഡ്രിലാറ്ററൽ ഹാവ് ദ ഈക്വൽ ഏരിയ? ഈ ക്വാഡ്രിലാറ്ററലിന് ഈക്വൽ ഏരിയ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടോ, എ സി എന്ന് പറയുന്ന ഈ ലെങ്ത്തും ഈ പി ആർ എന്ന് പറയുന്ന ലെങ്ത്തും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഞാൻ 3 വേറെ വരച്ചു. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത്ത് എ സി ആണ്,
അപ്പോൾ അതേ സെയിം ലെങ്ത്തിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, PR എടുക്കാം. ഇനി നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കോഡിലാറ്ററൽ വരച്ചോ, എങ്ങനെ വേണമെങ്കിലും കോഡിലാറ്ററൽ വരച്ചാലും നമുക്ക് എന്തായിരിക്കും, ഇത് രണ്ടിൻ്റെയും ഏരിയ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് അതിനോട് കൂടെ ഡ്രോ 2 quadrilaterals neither parallelogram nor trapezium of area 15 square centimeter. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഏരിയ 15 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിട്ടുള്ള 2 കോഡിലാറ്ററൽ വരയ്ക്കാനായിട്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 2 പാരലൽ ലൈൻസ് തമ്മിലുള്ള ഹൈറ്റ് ഇവിടെ 10 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആവുന്ന രീതിയിൽ 2 പാരലൽ ലൈൻസ് വരയ്ക്കുക. അപ്പോൾ ഈ പാരലൽ ലൈൻസിൻ്റെ ഹൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, 10 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ്. ഓക്കെ, ഇതിൻ്റെ മിഡിലായിട്ട് അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും ഞാൻ ഒരു പാരലൽ ലൈനും കൂടി വരയ്ക്കുകയാണ്. ആ പാരലൽ ലൈനിന് ഹൈറ്റ് അറിയില്ല എനിക്ക്, ഞാൻ ഇഷ്ടമുള്ള ഹൈറ്റിൽ ഞാൻ വേറെ പാരലൽ ലൈൻ വരച്ചു. ഈ പാരലൽ ലൈനിൽ അപ്പോൾ ഈ ഹൈറ്റ് എത്രയാണ്, 10 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടം വരെയുള്ള ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുകയാണ്, നമുക്ക് 3 സെൻറ്റിമീറ്റർ, ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് ഞാനൊരു 3 സെൻറ്റിമീറ്റർ എടുത്ത് മാർക്ക് ചെയ്തു. ഇവിടെ ഞാനൊരു 3 സെൻറ്റിമീറ്റർ, ഒരു 2 3 സെൻറ്റിമീറ്റർസ് എടുക്കുകയാണ്. ഓക്കെ, ഞാനൊന്ന് വലുതാക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡബിൾ ചെയ്തു, ഇവിടെ ഡബിൾ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയാൽ നമുക്ക് ഇത് 3 സെൻറ്റിമീറ്ററാണ്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, ഇഷ്ടമുള്ള പോലെ നിങ്ങൾ താഴോട്ട് വരച്ചോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം. ഓക്കെ, ഇപ്പം ഇനി ഇതിൻ്റെ ഏരിയ നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കാം. ഇതും 3 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഈ 2 എണ്ണത്തിൻ്റെയും ഏരിയ ഈക്വൽ ആയിരിക്കുമല്ലോ. നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ട് ബേസ് ഈക്വൽ ആണെങ്കിൽ ഏരിയയും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഇതെന്താ പ്രൂവ് ചെയ്തിരിക്കുന്നത്, ഇത് നമ്മൾ പറഞ്ഞു ഇത് എ ബി ഇവിടെ CD, ഇവിടെയാണെങ്കിൽ PQRS. അപ്പോൾ ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ദറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ്. ബേസ് എന്താ നോക്കൂ, ഇവിടെ ബേസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇവിടുത്തെ ബേസും 3 തന്നെയാണ്. ഇവിടുത്തെ ടോട്ടൽ ഇവിടം വരെ ഞാൻ ഹൈറ്റിനെ ഞാൻ എടുക്കുകയാണ്. ഈ ഹൈറ്റിനെ ഞാൻ എടുത്തു എന്തായിട്ട്, X ആയിട്ട് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ടോട്ടൽ ഇവിടെ നിന്ന് വരുന്ന ഈ ഹൈറ്റ് 10 - X ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് X + 10 - X എടുത്തു. എന്താ കാരണം, നമ്മുടെ ഫോമുല എന്താ, ഹാഫ് ഒരു ഡയഗണൽ ഇൻറ്റു H1 + H2, ഇതാണ് ഫോമുല. ഓക്കെ, അപ്പോൾ X കട്ട് ചെയ്ത് പോയാൽ ഹാഫ് ഇൻറ്റു 3 × 10. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോയി, എന്തോന്നു ഏരിയ ദറ്റ് ഈസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതുപോലെ ഇതിൻ്റെ ഏരിയ നോക്കി, സെയിം അല്ലേ, ഈ ഹൈറ്റ് ഇവിടെ നോക്കി, ഈ ഹൈറ്റ് കേട്ടോ, ബേസ് സെയിമാണ്, ബേസും സെയിമാണ്, ഹൈറ്റുകൾ സെയിമാണ്, ഹൈറ്റുകൾ സെയിമാണ്. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞെങ്കിൽ 15 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ ചാപ്റ്ററാണ് നെഗറ്റീവ് നമ്പേഴ്സ്. നെഗറ്റീവ് നമ്പേഴ്സ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. എന്താ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 0 1 2 3 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിനെ നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സും, ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിനെ നമ്മൾ എന്ത് പേര് പറയും, നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയും അല്ലേ. എങ്ങനെ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതെല്ലാമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ എന്താണ്, നെഗറ്റീവ് നമ്പേഴ്സ്. ഓക്കെ, നെഗറ്റീവ് നമ്പേഴ്സ്. ഓക്കെ, ഇപ്പോൾ ആദ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം 3 - 7. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, അതായത് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടും. അപ്പോൾ 7 - 3, അപ്പോൾ 4 കിട്ടി. 4 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലുത് ഏതാണ്, ഇതാണ്, -4. ക്ലിയർ അല്ലേ. ഇനി ഞാൻ എഴുതാണ് 2 - 5/2. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം, ഓക്കെ. അപ്പോൾ നമുക്ക് ഫ്രാക്ഷനാണ്, നമുക്കിതിനെ എങ്ങനെ ചെയ്യണം, ഒരു മൈനസ് സൈനും കൂടെ ഔട്ട് സൈഡിലേക്ക് എടുത്ത്, അപ്പോൾ 5½ നിന്നും 2 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ വന്നേക്കണേ, 5½ നിന്ന് 2 മൈനസ് ചെയ്താൽ 3½ വരും അല്ലേ. 3½ സൈൻ ഇവിടെ നോക്കി മൈനസ്, മനസ്സിലായോ ചെയ്തത്. അപ്പോൾ എങ്ങനെ 2 നമ്പേഴ്സ് മൈനസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വലുതിൽ നിന്ന്, അതായത് സബ്ട്രാക്ട് സ്മോളർ 1 ഫ്രം ബിഗസ്റ്റ് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ബിഗർ 1 ആണ്. അപ്പോൾ ഏതാണോ വലുത് അതനുസരിച്ച് നമുക്കതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് ഈക്വലൻ്റ് ആണ് മൈനസ് ഔട്ട് സൈഡിൽ എടുത്തിട്ട് y - x എഴുതുന്നത് ഇതിന് ഈക്വലാണ്. അപ്പോൾ ഈ ഒരു റൂൾ വളരെ ഇമ്പോർട്ടൻറ്റ് റൂളാണ്.
അതായത് ഇപ്പോൾ നോക്കി 3 - 7 എന്നുള്ളതിനെ നമ്മൾ പറഞ്ഞു -4 ആണ്. ഞാൻ ഇതിൽ നിന്ന് മൈനസിനെ പുറത്തെടുത്താൽ നോക്കി ഈ 7 പോസിറ്റീവായി, ഇതെന്തായി മാറി മൈനസായി, സൈൻ ഓപ്പോസിറ്റായി. അപ്പോൾ 7 - 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ആണ്. അപ്പോൾ മൈനസ് ഇവിടെ വന്നു 4. അത് തന്നെയാണ് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ x - yക്ക് ഈക്വലൻ്റ് ആണ് ഒരു മൈനസ് ഔട്ട് സൈഡിൽ എടുത്താൽ y - x. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഫോമുല ഞാൻ മാർക്കില്ലല്ലോ. അപ്പോൾ x - y വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോമുലയാണിത്. x - y ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് y - x. ഓക്കെ, ഇനി ഇതിനെ തന്നെ ഞാനൊന്ന് മാറ്റി എഴുതാം. -x + y എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ വന്നു എന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചെഴുതാം, y - x എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഏതാണോ പ്ലസ് അത് ആദ്യം കൊണ്ടുവന്നിട്ട് മൈനസ് രണ്ടാമത് കൊണ്ടുവരുന്നു. ഓക്കെ, അത്രയും ചെയ്യുന്നേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഇതിൽ ഓർമ്മിക്കേണ്ട, രണ്ടും മൈനസ് ആണെങ്കിലോ x - y കണ്ടോ, ഇത് രണ്ടും മൈനസ് ആണെങ്കിൽ നമുക്ക് എന്താ ഒരു മൈനസ് അങ്ങോട്ട് ഔട്ട് സൈഡിൽ എടുത്തിട്ട് രണ്ടിനെയും എന്ത് ചെയ്താൽ മതി? പ്ലസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശരിക്കും മനസ്സിലായോ നമുക്ക് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മൈനസ് കണ്ടോ, രണ്ടും മൈനസ് ആണെന്നുണ്ടെങ്കിൽ പ്ലസ് മൈനസ് ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? മൈനസാണ് കിട്ടുന്നത് അല്ലേ? അതേപോലെ മൈനസ് പ്ലസ് പ്ലസ്, അതേപോലെ പ്ലസ് പ്ലസ് മൈനസ്, ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? സബ്ട്രാക്ട് സ്മോളർ വൺ ഫ്രം ബിഗസ്റ്റ് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ബിഗസ്റ്റ്. ഓക്കെ, ഇനിയിപ്പോൾ എല്ലാം പ്ലസ് ആണെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷനില്ല, ആൻസർ പ്ലസ് തന്നെയാണ്. ക്ലിയർ അല്ലേ? ഇനി മൈനസിൻ്റെ കണ്ടീഷൻ ആണെങ്കിലോ നമുക്കിവിടെ മൈനസ് മൈനസ് മൈനസ്, അപ്പോൾ നമുക്കിവിടെ നിന്ന് എന്താ വരിക? ഒരു മൈനസ് ഇവിടെ വന്നു. ഈ മൈനസ് ഓഫ് മൈനസ് എപ്പോഴും എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. കണ്ടോ, ഈ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി മാറിയാൽ എന്ത് ചെയ്യണം നമ്മൾ? സബ്ട്രാക്ട് സ്മോളർ വൺ ഫ്രം ബിഗസ്റ്റ് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ബിഗസ്റ്റ്. പിന്നെ പ്ലസിൻ്റെ റൂൾസാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ മുഴുവൻ പ്ലസിൻ്റെ റൂൾസ് ഫോളോ ചെയ്യണം, പ്ലസ് ആക്കിയാൽ. ഓക്കെ, അപ്പോൾ സബ്ട്രാക്ട് ചെയ്യേണ്ടതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യേണ്ടതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള റൂളുകളാണ്. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ആൾജിബ്ര ആയിട്ട് കണക്ട് ചെയ്ത് ഇതിനെ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസിയാക്കി പറഞ്ഞു തന്നതാണ്. എന്ത് ചെയ്യാം? അപ്പോൾ എക്സ് പ്ലസ് വൈ, ദാറ്റ് മീൻസ് നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല, എക്സ് പ്ലസ് വൈ ആണ് അല്ലേ? ഇനി മൈനസ് എക്സ് പ്ലസ് വൈ എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം? വലുതാം, വൈ മൈനസ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇനി എക്സ് മൈനസ് വൈ എന്നുള്ളതിനെ വേറെ ഏതെങ്കിലും രീതിയിൽ എഴുതാൻ പറ്റുമോ? പറ്റും. മൈനസ് ഔട്ട് സൈഡിൽ എടുത്തോ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈ മൈനസ് എക്സ് എഴുതാം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു മൈനസിൻ്റെ വ്യത്യാസമാണ് ഇവിടെ ഉള്ളത് അല്ലേ? ഒരു മൈനസിൻ്റെ വ്യത്യാസം. ഇനി നമ്മളോട് പറഞ്ഞേക്കാം, രണ്ടും മൈനസ് ആണെങ്കിലോ എക്സ് മൈനസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഒരു മൈനസ് ഔട്ട് സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 4 രീതിയിലാണ് എന്താ. അപ്പോൾ ഇത് എക്സ് പ്ലസ് വൈ ആണ്, ഇതും എക്സ് പ്ലസ് വൈ ആണ്. ഈ രണ്ട് എക്സ് പ്ലസ് വൈക്ക് എന്താ പ്രത്യേകത? ഇത് രണ്ടും പ്ലസ്സാണ്, ഇത് രണ്ടും എന്താ മൈനസുകളാണ്. ഇത് രണ്ടും വൈ മൈനസ് എക്സാ, രണ്ടും വൈ മൈനസ് എക്സാ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാൽ, ഒരെണ്ണം വൈ മൈനസ് എക്സ് പോസിറ്റീവാണ്, ഒരെണ്ണം വൈ മൈനസ് എക്സ് നെഗറ്റീവാണ്. അതായത് ഒരു പ്ലസും ഒരു മൈനസും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റൂള് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, നമുക്ക് പേജ് നമ്പർ 165 കുറച്ച് പ്രോബ്ലംസ് കാണാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂസിങ് ദ പ്രിൻസിപ്പിൾ എബോവ് കമ്പ്യൂട്ട് ദ ഫോളോയിങ്. മുകളിലുള്ള പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മളോട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5 - 10. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? വലുതെടുക്കാം അല്ലേ? മൈനസ് അങ്ങോട്ട് ഔട്ട് സൈഡിലേക്ക് എടുത്തിട്ട് 10 - 5 എന്നാക്കി. ഓക്കെ, അപ്പോൾ മൈനസ് 10ൽ നിന്ന് 5 പോയാൽ 5, ആൻസർ എന്താ? -5. ഡൗട്ട്സ് ഉണ്ടോ? ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ, -10 + 5. ഓക്കെ, -10 + 5 നമുക്ക് എന്ത് ചെയ്യാം? മൈനസിനെ ഔട്ട് സൈഡിൽ കൊണ്ടുവരാം. ഓക്കെ, മൈനസിനെ ഔട്ട് സൈഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ 10 എന്നുള്ളത് പ്ലസ് ആവും, ഇത് 5 ആവും. ഓക്കെ, അപ്പോൾ 10 - 5. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് തോന്നുന്നു? -5. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, -5 - 10. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് -x - y ആണെങ്കിൽ മൈനസ് ഔട്ട് സൈഡിൽ എടുത്തിട്ട് x + y ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ
മൈനസ് ഔട്ട് സൈഡിൽ എടുത്തു പ്ലസ് 10, ദാറ്റ് മീൻസ് മൈനസ് 15. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫോർത്ത് ക്വസ്റ്റ്യൻ. -5 നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫോമുല എന്താ പറയണേ? മൈനസിനെ ഔട്ട് സൈഡിൽ എടുത്തിട്ട് x + y എന്ന് എഴുതണം. ഇതല്ലേ പറഞ്ഞേക്കണേ? -x - y ആണെങ്കിൽ മൈനസിനെ ഔട്ട് സൈഡിലേക്ക് എടുക്കണം. ഇതാണ് ഫോമുല പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് മൈനസ് ഔട്ട് സൈഡിൽ എടുത്താൽ 5 + 5, അതായത് -10. ഓക്കെ, ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? -5 + 5. ഓക്കെ, -5 + 5 എന്ന് വെച്ചാൽ മൈനസ് അങ്ങോട്ട് ഔട്ട് സൈഡിൽ എടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് എന്താ പറഞ്ഞത്? 5 - 5. 5 - 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 അല്ലേ? ഇപ്പോൾ നമുക്ക് ആൻസർ എന്ത് തോന്നുന്നു? 0. നേരിട്ടത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് പെട്ടെന്ന് 0 എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഏത് റൂളാണ് നമ്മൾ ഉപയോഗിച്ചത്? അതായത് x - y ആണെങ്കിൽ മൈനസിനെ ഔട്ട് സൈഡിൽ എടുത്തിട്ട് y - x ആക്കാം. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്തത്. x - y ആണെന്നുണ്ടെങ്കിൽ മൈനസ് ഔട്ട് സൈഡിൽ എടുത്താൽ ആണോ ഇവിടെ നിന്ന് എന്ത് വന്നു? 10 - 5 വന്നു. മൈനസ് ഔട്ട് സൈഡിൽ എടുത്താൽ y - x വരും. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ -1/2 + 1.5. അപ്പോൾ ഇതിനെ നോക്കി, ഇതാണ് വലുത്. 1.5 - 1/2 ഇത് ഓർഡറിലാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്താ? 1.5-ൽ നിന്നും ഹാഫ് മൈനസ് ചെയ്യണം. അപ്പോൾ ഹാഫ് മൈനസ് ചെയ്താൽ എന്താ വരിക? 1. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് എന്താ ചെയ്യേണ്ടത്? 1.5-ൽ നിന്ന് ഹാഫ് മൈനസ് ചെയ്താൽ 1 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 6th ക്വസ്റ്റ്യൻ. ഇനി 7th ക്വസ്റ്റ്യൻ. ഓക്കെ, -1/2 - 1.5. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് അങ്ങോട്ട് ഔട്ട് സൈഡിൽ എടുക്കാം. അപ്പോൾ 1/2 + 1.5 എന്ന് എഴുതാം. അപ്പോൾ 1/2 + 1.5 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ -2 ആൻസർ വന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 8th ക്വസ്റ്റ്യൻ. -1/2 + 1/2. നമുക്ക് എത്ര ആൻസർ? 0. ശരിയല്ലേ? നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. അതായത് രണ്ടും ഈക്വൽ ആണ് കേട്ടോ. എന്നിട്ട് ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ്? 0 ആണ്. അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ ഇവിടെ പഠിച്ച റൂൾസ്? അതായത് -x + y ദാറ്റ് ഈസ് ഈക്വൽ ടു y - x എന്ന് എഴുതാം. കാരണം ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. അപ്പോൾ അതിനെ ഓർഡറിൽ y - x എന്ന് എഴുതാം. ഇതാണ് ഫസ്റ്റ്. സെക്കൻഡ് റൂളോ y + -y. y + -y എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x - y എന്ന് എഴുതാം. ശരിയല്ലേ? ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണെങ്കിൽ x - y എന്ന് എഴുതാം. ഇനി നമുക്ക് പറഞ്ഞേക്കാം രണ്ടും മൈനസ് ആണെങ്കിലോ x മൈനസ് ആണോ? ഇത് രണ്ടും മൈനസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് ഔട്ട് സൈഡിൽ എടുത്തിട്ട് x + y എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞേക്കാണ് x - y ആണെങ്കിലോ നമുക്കിവിടെ എങ്ങനെ എഴുതാം? x + y എന്ന് എഴുതാം. ഓക്കെ, ഇനി കൂടാതെ x + -x ആണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം? 0 എന്ന് എഴുതാം. -x + x ആണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം? 0 എന്ന് എഴുതാം. അപ്പോൾ ഇത്രയും റൂളുകൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളുകളാണ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു 5 ലോ എഴുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ 5 ലോസും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. പേജ് നമ്പർ 165-ലെ കുറച്ച് പ്രോബ്ലംസ്, വളരെ സിമ്പിൾ പ്രോബ്ലംസ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ ചെയ്ത് കഴിയുകയും ചെയ്തു അല്ലേ? വളരെ സിമ്പിൾ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ മനസ്സിലാക്കേണ്ടത് എന്താണ്? അപ്പോൾ ഇതിൻ്റെ ഒരു 5 പ്രധാനപ്പെട്ട ലോസാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ 5 ലോസ് ഞാനൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുക, എന്നിട്ട് നോട്ട് ചെയ്യുക. ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.